അനാഫൈലാക്റ്റിക് ഷോക്ക് അല്ലെങ്കിൽ അനാഫൈലാക്റ്റിക് റിയാക്ഷൻ എന്ന അവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിലൂടെയും മറ്റും എല്ലാവരും കേട്ടു കാണുമല്ലോ. സമയത്താണ് ഇഞ്ചക്ഷൻ എടുക്കുകയും അതിൽ നിന്നുണ്ടായ അലർജിയുടെ ഇതിലാണ് ഇവിടെ അവൾക്ക് പെട്ടെന്ന് ശ്വാസമുട്ടൽ ഉണ്ടാവുകയും ചെയ്തു. എന്താണ് അനാഫൈലാക്റ്റിക് ഷോക്ക്? വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന സിവിയർ ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻ ആണിത്. സാധാരണ അലർജികളുടെ ഏറ്റവും ഗുരുതരമായ അവസ്ഥ. ചില ഇഞ്ചക്ഷനുകൾ എടുക്കുന്നതിലൂടെയോ ചില ഭക്ഷണം അല്ലെങ്കിൽ ചില മരുന്നുകൾ കഴിക്കുന്നതിലൂടെയോ ചിലപ്പോൾ തേനീച്ച, കടന്നൽ തുടങ്ങിയ ജീവികൾ നമ്മെ കുത്തുമ്പോൾ അവയുടെ പോയിസണിലൂടെയോ അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുമായുള്ള സമ്പർക്കത്തിലൂടെയോ അനാഫൈലാക്റ്റിക് ഷോക്ക് ഉണ്ടാകാം. ശ്വാസമുട്ടൽ, വീസിംഗ് അഥവാ വലിവ്, ചുമ, വയറുവേദന, വയറിളക്കം, ശരീരമാസകലം ഉണ്ടാകുന്ന ചുവന്ന ചൊറിച്ചലോട് കൂടിയ തടിപ്പുകൾ, പനി, ക്ഷീണം, ഉത്കണ്ഠ, കൺഫ്യൂഷൻ തുടങ്ങിയവയാണ് അനാഫൈലാക്റ്റിക് ഷോക്കിന്റെ പ്രധാന ലക്ഷണങ്ങൾ. അനാഫൈലാക്റ്റിക് ഷോക്ക് ഉണ്ടാകുമ്പോൾ BP കുറയുകയും ഹാർട്ട് റേറ്റ് കൂടുകയും ചെയ്യും. നിങ്ങളുടെ കൂടെയുള്ളവരിൽ ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ അവർക്ക് ABC എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻ ഇവ പ്രോപ്പറായി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവരെ മലർത്തി കിടത്തി കാലൊരൽപ്പം പൊക്കി വെക്കുക. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ആണെങ്കിൽ ഇടതുവശത്തോട്ട് ചെരിച്ചു കിടത്തുക. കൈക്കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ മലർത്തിയെടുക്കുക. കിടത്തുമ്പോൾ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇരുത്തുമ്പോൾ കാല് നീട്ടി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒരു കാരണവശാലും നിൽക്കാനോ നടക്കാനോ പാടില്ല. അനാഫൈലാക്റ്റിക് ഷോക്കിന്റെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഒട്ടും സമയം കളയാതെ ഉടൻ